ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ബക്കും ബൂസ്റ്റും പിന്നെ ബക്ക് ബൂസ്റ്റും ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബക്ക് കൺവേർട്ടർ ചെയ്യാം. അതിനുവേണ്ടി സർക്യൂട്ട് ഡയഗ്രം നോക്കാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ മെയിനായിട്ട് മോസ്ഫെറ്റും പിന്നെ ബാക്കി കുറച്ച് കമ്പോണൻസ് ആണ്. ഇൻഡക്ടർ, കപ്പാസിറ്റർ, പിന്നെ റെസിസ്റ്റർ, ലോഡ്, അങ്ങനെ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോസ്ഫെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മോസ്ഫെറ്റ് ആദ്യം സെർച്ച് ചെയ്യുക, എന്നിട്ട് മോസ്ഫെറ്റ് വെക്കുക. നമുക്ക് മോസ്ഫെറ്റിൽ മെഷർമെൻറ്റ് പോർട്ട് ആവശ്യമില്ല. അപ്പോൾ നേരത്തെ ഇതുപോലെ മെഷർമെൻറ്റ് പോർട്ട് നമുക്ക് കളയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പൾസ് ജനറേറ്ററാണ് വേണ്ടത് മോസ്ഫെറ്റിന് വേണ്ടിയിട്ടുള്ള. പിന്നെ നമുക്കൊരു DC വോൾട്ടേജ് സപ്ലൈ വേണം, നമ്മുടെ മെയിൻ സപ്ലൈ വോൾട്ടേജ് ആയിട്ട്. പിന്നെ നമുക്കൊരു ഡയോഡാണ് ആവശ്യമുള്ളത്. ഡയോഡിന് നമുക്ക് മെഷർമെൻറ്റ് പോർട്ട് ആവശ്യമില്ല, അപ്പോൾ അത് കളഞ്ഞിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. പിന്നെ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് സീരീസ് RLC ബ്രാഞ്ചാണ്. അപ്പോൾ സീരീസ് RLC ബ്രാഞ്ച് സെർച്ച് ചെയ്തിട്ട് അത് നമുക്ക് 3 വേണം. കാരണം ഒരെണ്ണം റെസിസ്റ്ററായിട്ടും ഒരെണ്ണം കപ്പാസിറ്ററായിട്ടും ഒരെണ്ണം ഇൻഡക്ടറായിട്ടാണ്. അപ്പോൾ 3 സീരീസ് RLC ബ്രാഞ്ച് എടുക്കണം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനിൽ വെക്കുക. ഇനി നമുക്ക് ആദ്യം ഇൻഡക്ടർ സെലക്ട് ചെയ്യുക. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്രാഞ്ച് ടൈപ്പ് L കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഇൻഡക്ടർ കിട്ടും. പിന്നെ കപ്പാസിറ്ററിന് വേണ്ടി ബ്രാഞ്ച് ടൈപ്പ് C കൊടുക്കണം. എന്നിട്ട് ഓക്കെ എടുക്കുമ്പോൾ കപ്പാസിറ്റർ ആവും. പിന്നെ റെസിസ്റ്റൻസിന് വേണ്ടി ബ്രാഞ്ച് ടൈപ്പ് R സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് കറണ്ട് മെഷർമെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ 2 കറണ്ട് മെഷർമെൻ്റ് ഉണ്ട്. ഒരെണ്ണം ഇൻഡക്ടർ കറണ്ട് മെഷർ ചെയ്യാനും ഒരെണ്ണം നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് മെഷർ ചെയ്യാനും. അപ്പോൾ അതിനുവേണ്ടി 2 കറണ്ട് മെഷർമെൻറ്റ് ബ്ലോക്ക് നമുക്ക് വെക്കാം. പിന്നെ വേണ്ടത് വോൾട്ടേജ് മെഷർമെൻ്റ് ആണ്. അത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി വെക്കാം. അവസാനം നമുക്കൊരു സ്കോപ്പും വേണം. 4 ഇൻപുട്ടുള്ള സ്കോപ്പാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് പവർ GUI ബ്ലോക്കും കൂടെ വേണം. പവർ GUI ബ്ലോക്കും ഇമ്പോർട്ടൻറ്റ് ബ്ലോക്കാണ്. കാരണം അത് വെച്ചില്ലെങ്കിൽ കുറേ എറേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കമ്പോണൻ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ കമ്പോണൻസും ആയി. ഇനി ജസ്റ്റ് പെട്ടെന്ന് കണക്ഷൻ ഒന്ന് കൊടുത്തിട്ട് പോവാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ലാബ് മാനുവൽ ഡിസൈൻ നോക്കിയിട്ട് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതിൽ സ്വിച്ചിങ് ഫ്രീക്വൻസിയും ഡ്യൂട്ടി റേഷ്യോയും തന്നിട്ടുണ്ട്. അത് നമ്മുടെ പൾസ് ജനറേറ്റർ സെറ്റ് ചെയ്യാനായിട്ടാണ്. സ്വിച്ചിങ് ഫ്രീക്വൻസി 10 kHz, ഡ്യൂട്ടി റേഷ്യോ 0.5 ആണ് നമ്മുടെ ഡിസൈനിൽ. അപ്പോൾ ആദ്യം സ്വിച്ചിങ് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനായിട്ട് പീരീഡിൽ പോയിട്ട് 1/, ഫ്രീക്വൻസി ആണല്ലോ നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് ഫ്രീക്വൻസി 10 kHz ആയതുകൊണ്ട് 1/10 kHz, അതായത് 1/10⁻³ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പീരീഡ് സെറ്റാവും. പിന്നെ നമ്മുടെ ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 എന്ന് വെച്ചാൽ 50% ആണ്. കാരണം നമ്മൾ പൾസ് ജനറേറ്ററിൽ പെർസെൻറ്റേജ് വാല്യൂസാണ് എൻ്റർ ചെയ്യണത്. അപ്പോൾ 0.5 പകരം നമ്മൾ 50% എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പൾസ് ജനറേറ്ററും സെറ്റായി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസ് വാല്യൂസാണ്. അപ്പോൾ നമുക്ക് 10, 6.25 മൈക്രോഫാരഡും പിന്നെ 10 mH ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് 20 വോൾട്ടുമാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും എൻ്റർ ആവും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് 20, പിന്നെ ഇൻഡക്റ്റൻസ് നമുക്ക് 10 mH, അതായത് 10e-3. പിന്നെ കപ്പാസിറ്റൻസ് 6.25 മൈക്രോഫാരഡ്. അത് നമുക്ക് 6.25e-6 കൊടുക്കുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ സെറ്റ് ആവും. അവസാനം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 Ohm കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സിമുലേഷൻ ടൈം 0.1 സെക്കൻഡ് മതി. അത് 0.1 സെക്കൻഡ് കൊടുത്തിട്ട് നമ്മുടെ സിമുലേഷൻ റൺ ചെയ്യുക. അപ്പോൾ സിമുലേഷൻ റണ്ണായി കഴിഞ്ഞാൽ നമ്മുടെ സ്കോപ്പ് തുറക്കുമ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട്സൊക്കെ കിട്ടും. ഇതൊക്കെ ആദ്യം ഒറ്റൊരു വിൻഡോയിലായിരിക്കും കാണിക്കുന്നത്. അതിനെ സെപ്പറേറ്റ് ആക്കാനായിട്ട് വ്യൂവിൽ പോയിട്ട് ലേ ഔട്ട് നിൽക്കിയിട്ട് 4 കോളംസ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ട X സ്കെയിലിങ്ങും Y സ്കെയിലിങ്ങും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കാണാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇപ്പോൾ ഏകദേശം 10 വോൾട്ടാണ് വന്നത്. നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 20 വോൾട്ടായിരുന്നു.
അപ്പോൾ നമ്മൾ 20 വോൾട്ട് കൊടുത്തിട്ട് നമുക്ക് 10 വോൾട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതായത് നമ്മുടെ ബക്കിംഗ് ആക്ഷൻ കറക്റ്റായിട്ടാണ് നമ്മുടെ ഡിസൈൻ പ്രകാരം തന്നെ വർക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട്സൊക്കെ കിട്ടി. ഇനി റിപ്പിൾസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈ ആക്സിസ് സൂം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ്, അതായത് ടോപ്പും ബോട്ടത്തിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്പിൾസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവസാനം ജസ്റ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിഗർ കളറൊക്കെ വൈറ്റും പിന്നെ ഗ്രിഡ് കളർ ബ്ലാക്കും എടുത്തിട്ട് നമുക്ക് ഓരോ സിഗ്നൽസിനും ഓരോ കളേഴ്സൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്സൊക്കെ വിസിബിളായിട്ടും നമുക്ക് റിപ്പിൾസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട വാല്യൂസൊക്കെ നമുക്ക് നോട്ട് ചെയ്യാനും നമ്മുടെ സിമുലേഷൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് ഒബ്റ്റെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബക്ക് എക്സ്പെരിമെൻ്റ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബൂസ്റ്റാണ്. ബൂസ്റ്റിലും കമ്പോണൻസ് എല്ലാം സെയിം തന്നെയാണ്, ആകെ നമ്മുടെ കണക്ഷനും പിന്നെ ഡിസൈനിലും മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇതിൽ മോസ്ഫെറ്റിൻ്റെ പൊസിഷനും പിന്നെ ഇൻഡക്ടർ കപ്പാസിറ്ററിൻ്റെയൊക്കെ പൊസിഷനിൽ ജസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി ബൂസ്റ്റിൻ്റെ സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ അനുസരിച്ച് ഓരോ വാല്യൂസാണ് ഇൻപുട്ട് ചെയ്യാനുള്ളത്. ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് 12 വോൾട്ടാണ്. അപ്പോൾ നമുക്കത് ഡി സി വോൾട്ടേജിൽ 12 വോൾട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് 50 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി പൾസ് ജനറേറ്ററിൽ നമ്മുടെ ഡ്യൂട്ടി റേഷ്യോ 0.6 പിന്നെ ഫ്രീക്വൻസി 25 kHz ആണ്. അപ്പോൾ നമുക്കതും സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ പീരീഡിൽ പോയിട്ട് 1/25 kHz പൾസ് വിത്ത് 0.6 ആയതുകൊണ്ട് 60% കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇൻഡക്ടർ കപ്പാസിറ്റർ വാല്യൂസാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ 120 മൈക്രോ ഹെൻറിയും കപ്പാസിറ്ററിൻ്റെ 48 മൈക്രോ ഫാരഡും ആണ്. അപ്പോൾ ആ വാല്യൂസും കൂടെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സിമുലേഷൻ ടൈം 0.1 സെക്കൻഡ് എടുത്തിട്ട് ഇതും റൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട്സൊക്കെ നമ്മുടെ സ്കോപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്കോപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നേരത്തെ ഇതുപോലെ നമുക്ക് വേണ്ട റീജിയണൽ ഔട്ട്പുട്ട്സ് നമുക്ക് സൂം ചെയ്ത് നമുക്ക് റീഡബിൾ ഫോർമാറ്റിൽ കിട്ടും. ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം 30 വോൾട്ടിൻ്റെ അടുത്ത് വരും. അതായത് ഏകദേശം ഒരു 29.5 വോൾട്ടൊക്കെ വരും. അതായത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് 12 വോൾട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം 30 വോൾട്ട് ഔട്ട്പുട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ ബൂസ്റ്റിംഗ് ആക്ഷന് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് തന്നെ വർക്കായി. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്സൊക്കെ കറക്റ്റാണ്. ഇനി റിപ്പിൾസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ടോപ്പും ബോട്ടം വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റിപ്പിൾസും കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബൂസ്റ്റിങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റിലും വന്നത്. ഇനി അടുത്തത് ബക്ക് ബൂസ്റ്റാണ്. ബക്ക് ബൂസ്റ്റിലും കമ്പോണൻസ് ഒക്കെ സെയിം തന്നെയാണ്, ആകെ കണക്ഷനും ഡിസൈനിലും തന്നെയാണ് വ്യത്യാസം വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബക്ക് ബൂസ്റ്റിൻ്റെ കണക്ഷൻ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മുടെ ഡിസൈനിലെ വാല്യൂസ് മാത്രം എൻ്റർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഡിസൈനിൽ ഇൻപുട്ട് വോൾട്ടേജ് 24 വോൾട്ടാണ്. അപ്പോൾ നമ്മുടെ DC സപ്ലൈയിൽ 24 വോൾട്ട് സെറ്റ് ചെയ്യണം. ഇനി സ്വിച്ചിങ് ഫ്രീക്വൻസി 100 kHz ആണ്. പിന്നെ ഡ്യൂട്ടി റേഷ്യോ 0.4 ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഡിസൈനിൽ. അപ്പോൾ നമുക്ക് പീരീഡ് 1/100 kHz എടുക്കാം. പിന്നെ പൾസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 40%, കാരണം 0.4 ആണല്ലോ ഡ്യൂട്ടി റേഷ്യോ. അപ്പോൾ 40% കൊടുക്കണം. ഇനി നമുക്ക് റെസിസ്റ്റൻസ് 5 ohm ആണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ബ്ലോക്കിൽ നമുക്ക് 5 ohm സെറ്റ് ചെയ്യാം. അവസാനം ഇൻഡക്ടറും കപ്പാസിറ്ററിൻ്റെയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് ഇൻഡക്ടർ 20 മൈക്രോ ഹെൻറിയും കപ്പാസിറ്റർ 80 മൈക്രോ ഫാരഡും ആണ്. അപ്പോൾ ആ വാല്യൂസും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സർക്യൂട്ട് പാരാമീറ്റേഴ്സും കംപ്ലീറ്റ് ആവും. ഇനി നമ്മുടെ സിമുലേഷൻ ടൈം 0.1 സെക്കൻഡ് കൊടുത്തിട്ട് നമ്മുടെ സിമുലേഷൻ റൺ ചെയ്യാം.
ഇനി സ്കോപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം 15 വോൾട്ടാണ്. നമ്മൾ ഇൻപുട്ട് കൊടുത്തത് 24 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബക്കിംഗ് ആക്ഷനാണ് ഇപ്പോൾ നടന്നത്. നമ്മുടെ പൾസ് വിട്ട് 40% കൊടുത്തപ്പോൾ ബക്കിംഗ് ആക്ഷനാണ് നമുക്ക് സംഭവിച്ചത്. 24 വോൾട്ട് ഏകദേശം 15.2 വോൾട്ടിൻ്റെ അടുത്തൊക്കെ വന്നു. ഇതാണ് നമ്മുടെ ബക്കിംഗ് ആക്ഷൻ. ഇനി നമുക്ക് ബക്ക് ബൂസ്റ്റിൽ ബക്കിങ്ങും ബൂസ്റ്റിങ്ങും പറ്റും. അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടി റേഷ്യോ 0.5 മേലെയാണെങ്കിൽ ബൂസ്റ്റും 0.5 താഴെയാണെങ്കിൽ ബക്കിങ്ങുമാണ്. ഇപ്പോൾ 40%, അതായത് 0.4 കൊടുത്തുകൊണ്ടാണ് ബക്കിംഗ് നടന്നത്. ഇനി നമ്മളത് മാറ്റി 0.5 എബവ് ആയിട്ടുള്ളൊരു വാല്യൂ, ഇപ്പോൾ ഒരു 60% ഇപ്പോൾ നമുക്ക് കൊടുത്ത് നോക്കണമെങ്കിൽ, എന്നിട്ട് ഈ സെയിം സിമുലേഷൻ റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ കൊടുത്തേക്കണ വോൾട്ടേജിനെക്കാട്ടും കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഏകദേശം 33 വോൾട്ടാണ്. അതായത് ജസ്റ്റ് നമ്മൾ 24 വോൾട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തപ്പോൾ 33 വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നമ്മുടെ ബൂസ്റ്റിംഗ് ആക്ഷൻ നമുക്ക് 0.5 എബവ് ആയിട്ടുള്ളൊരു ഡ്യൂട്ടി റേഷ്യോ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡ്യൂട്ടി റേഷ്യോ വേരി ചെയ്ത് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിനെ 2 ബക്കിങ്ങും ബൂസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ബക്ക് ബൂസ്റ്റ് ആൻഡ് ബക്ക് ബൂസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്.